1972 ജൂലൈ 18 ബംഗളൂരുവിൽ ജനിച്ച സൗമ്യ സത്യനാരായണ എന്ന പെൺകുട്ടി ചലച്ചിത്ര ലോകത്തെ സൗന്ദര്യ. മലയാള സിനിമയിൽ മോഹൻലാലിനൊപ്പം കിളിച്ചുണ്ട മാമ്പഴത്തിൽ ആമിനിയായും ജയറാമിനൊപ്പം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ ജ്യോതിയായും മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച സൗന്ദര്യ തുടർന്ന് കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലെ സിനിമകളിലൂടെ പുതിയ കാലത്തെ സാവിത്രി എന്ന ഖ്യാതി നേടി. മെഡിസിൻ പഠനം ഉപേക്ഷിച്ച് അഭിനയ രംഗത്തെത്തിയ അവർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 3 ഭാഷകളിൽ 1 ഡസനോളം അവാർഡുകൾ സ്വന്തമാക്കി. ഈ സമയത്താണ് ഹിന്ദു സംരക്ഷണ വേദിയുടെ പ്രവർത്തകനായ സഹോദരനൊപ്പം സൗന്ദര്യ BJPയിൽ ചേരുന്നത്. തിരക്കൊഴിയാത്ത ഇക്കാലത്ത് മണിച്ചിത്രത്താഴ് എന്ന മലയാള ചിത്രത്തിന്റെ കന്നഡ പതിപ്പായ ആപ്തമിത്രയുടെ ചിത്രീകരണത്തിനു ശേഷം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി അഭിനയ രംഗത്ത് നിന്ന് 2 മാസം അവധിയെടുക്കുന്നു. സൗന്ദര്യം മരണപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞാണ് ആപ്തമിത്ര തിയേറ്ററുകളിലെത്തിയത്. ഈ ചിത്രം സാൻഡൽവുഡിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറിയെങ്കിലും അതിന്റെ നായികയായ സൗന്ദര്യയ്ക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. അവരുടെ മരണം ഇന്ത്യൻ സിനിമാ രംഗത്തെ ഒരു വലിയ നഷ്ടമായി കണക്കാക്കപ്പെടുന്നു. അവരുടെ അഭിനയവും സൗന്ദര്യവും ഇപ്പോഴും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നു. സൗന്ദര്യ തെലുങ്ക്, തെക്കേ ഇന്ത്യൻ സിനിമകളിലെ ഏറ്റവും ഐക്കോണിക് നടിമാരിൽ ഒരാളായിരുന്നു. അവരുടെ ഗ്രേസ്, അഭിനയ കഴിവ്, മറക്കാൻ കഴിയാത്ത പ്രകടനങ്ങൾ എന്നിവയിലൂടെ അവർ എല്ലാവരുടെയും ഹൃദയങ്ങൾ കീഴടക്കി. പ്രശസ്തരായ നടന്മാരോടൊപ്പം നിരവധി ക്ലാസിക് ചിത്രങ്ങളിൽ അഭിനയിച്ച അവർ ഇന്ത്യൻ സിനിമയിൽ ഒരു നിധി പോലെ ഓർമ്മകൾ അവശേഷിപ്പിച്ചു. 1992 കന്നഡ ചിത്രമായ ഗന്ധർവയിലൂടെയായിരുന്നു ചലച്ചിത്ര രംഗത്ത് സൗന്ദര്യ അരങ്ങേറ്റം കുറിച്ചത്. കന്നഡ സംസാരിക്കുന്ന കുടുംബത്തിൽ ജനിച്ച സൗന്ദര്യ കന്നഡ സിനിമകളിലൂടെ തന്നെയാണ് തന്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് തെലുങ്ക് സിനിമയിൽ വൻ വിജയം നേടി. തെലുങ്കിൽ 1995 ദിവ്യമായ സൗന്ദര്യം പ്രദർശിപ്പിച്ച ഒരു പുരാണ ചിത്രം അമ്മോരു. 1996 വെങ്കടേഷിനൊപ്പം ഒരു ക്ലാസിക് പ്രണയകഥ പവിത്രബന്ധം. 1999 വെങ്കടേഷിനൊപ്പം വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം രാജ. 2000 ചിരഞ്ജീവിയുമൊപ്പം ഒരു വൈകാരിക കുടുംബ നാടകം അന്നയ്യ. തമിഴിൽ 1999 രജനീകാന്തിനൊപ്പം നായികയായി നരസിംഹ. കന്നഡയിൽ 2002 ദേശീയ പുരസ്കാരം നേടിയ ചിത്രം ദ്വീപ. 2001 ഒരു ദിവ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ മഞ്ജുനാഥ. 2004 സൗന്ദര്യയുടെ അവസാനത്തെ ചിത്രം ആപ്തമിത്ര. ചിരഞ്ജീവി, വെങ്കടേഷ്, ബാലകൃഷ്ണ, നാഗാർജുന, രജനീകാന്ത്, മോഹൻലാൽ, കമൽഹാസൻ തുടങ്ങിയ മികച്ച നടന്മാരോടൊപ്പം സൗന്ദര്യ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. 2004 ഏപ്രിൽ 17 ഒരു വിമാനാപകടത്തിൽ സൗന്ദര്യ ലോകത്തോട് വിട പറഞ്ഞു. സാമൂഹിക പ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലും സജീവമായി ഏർപ്പെട്ടിരുന്ന സൗന്ദര്യയുടെ പെട്ടെന്നുള്ള മരണം ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടമായിരുന്നു. തലേ ദിവസം ബംഗളൂരുവിലെ പാർട്ടി റാലിയിലും പൊതുയോഗത്തിലും പങ്കെടുത്ത സഹോദരൻ അമർനാഥ് ഷെട്ടിയും BJP പ്രവർത്തകൻ രമേശ് കദമും മലയാളി പൈലറ്റ് ജോയ് ഫിലിപ്സ് എന്നിവർക്കൊപ്പമാണ് സൗന്ദര്യ ആന്ധ്രയിലേക്ക് യാത്ര പുറപ്പെട്ടത്. 11 മണിക്ക് ജക്കൂർ എയർ സ്ട്രിപ്പിൽ നിന്ന് പറന്നുയർന്ന 4 സീറ്റ് മാത്രമുള്ള സിംഗിൾ എഞ്ചിൻ സെസ്ന 180 ചെറുവിമാനം 100 അടി ഉയരം മുൻപ് തന്നെ അഗ്നികുണ്ഡമായി താഴെ പാടത്ത് പതിച്ചു. വീണ ഉടനെ വിമാനം പൊട്ടിത്തെറിച്ചു. വാതിൽ 15 അടി ദൂരേക്ക് തെറിച്ചു വീണു. തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അകത്ത് യാത്രികർ 4 പേരും. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഓടിക്കൂടിയവർക്കും പൊള്ളലേറ്റിരുന്നു. കത്തിയമർന്ന് നാമാവശേഷമാകുമ്പോൾ 34 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൗന്ദര്യയ്ക്ക്. 1ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ 10 നാൾ മാത്രവും. തിരിച്ചു വരുമ്പോൾ തരാൻ ഒരു കോട്ടൺ സാരിയും ഒരു ചെപ്പ് സിന്ദൂരവും കരുതണമെന്ന് പറഞ്ഞായിരുന്നു അത്രേ അവർ വിമാനം കയറിയത്. അവർ 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു എന്നും ശ്രുതിയുണ്ടായിരുന്നു. 2 പതിറ്റാണ്ടായിട്ടും സൗന്ദര്യയുടെ അഭാവം ഇന്നും ചലച്ചിത്ര ലോകത്ത് നികത്താനാവാത്ത തന്നെ നിൽക്കുകയാണ്. ആ മരണം മഹാമറവികൾക്ക് കീഴ്പ്പെടാതെ ഇന്നും തീരാ നോവായി ഓർമ്മകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സൗമ്യ സത്യനാരായണ എന്ന സൗന്ദര്യയ്ക്ക് ഞങ്ങളുടെ കണ്ണീർ പൂക്കൾ.